ഗസയിൽ കൂട്ടക്കുരുതി തുടരുന്നതിനിടയിലും ഇസ്രായേലിനെ അഭിനന്ദിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബോംബാക്രമണം താൽക്കാലികമായി നിർത്തിയ ഇസ്രായേൽ തീരുമാനത്തെ അഭിനന്ദിക്കുന്നതായാണ് ട്രംപിന്റെ പ്രതികരണം. ബന്ദികളുടെ കൈമാറ്റത്തിൽ ഹമാസ് ഉടൻ തീരുമാനമെടുത്തില്ലെങ്കിൽ എല്ലാ സാധ്യതയും ഉപയോഗിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ട്രംപിന്റെ 20 ദിന പദ്ധതിയിൽ ആദ്യഘട്ടം നടപ്പാക്കുന്നത് സംബന്ധിച്ച ചർച്ച തിങ്കളാഴ്ച ഈജിപ്തിൽ നടക്കും. MC നാസർ ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഇന്നും 50ഓളം പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തി. ഇതിനാണോ ട്രംപിന്റെ അഭിനന്ദനം? അമൃത, വലിയൊരു വൈരുദ്ധ്യമാണ് ട്രംപിന്റെ ഈ പ്രതികരണത്തിൽ നമ്മൾ കാണുന്നത്. കാരണം ഇന്ന് രാവിലെ ട്രംപ് ഔദ്യോഗികമായിട്ടുള്ള ഹമാസിന്റെ പ്രതികരണം പങ്കുവെക്കുകയും യുദ്ധം നിർത്താൻ ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തൊരു ഘട്ടമുണ്ടായിരുന്നു. ഏതാണ്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും സൈനിക കേന്ദ്രങ്ങൾ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും പുറത്തിറക്കി. കാരണം പ്രതിരോധവുമായി ബന്ധപ്പെട്ട ചില ആക്രമണങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നായിരുന്നു ഇസ്രായേൽ സൈനിക നേതൃത്വം അറിയിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ ഈ രാത്രി അവസാനിക്കുന്നതിൻ്റെ ഒരു ഘട്ടത്തിൽ വിലയിരുത്തുമ്പോൾ 53 പേർ ഇന്ന് മാത്രം ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ 41 പേരും കൊല്ലപ്പെട്ടത് ഗസ സിറ്റിയിലാണ്. ഭക്ഷണത്തിന് വരി നിന്ന 4 പേരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും. ഈ 50-ലധികം പേർ കൊല്ലപ്പെട്ടവരിൽ 8 കുട്ടികളും ഉൾപ്പെടുന്ന ഒരു കണക്ക് കൂടിയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. കാരണം ഇതൊക്കെ നിലനിൽക്കെ തന്നെയാണ് അല്പം മുമ്പ്, ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് ട്രംപിന്റെ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമിലൂടെയുള്ള ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ആക്രമണം അവസാനിപ്പിച്ച ഇസ്രായേലിന്റെ തന്റെ വക പ്രത്യേകം അഭിനന്ദനം നേരുന്നു. കാരണം താൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന 20 ദിന പദ്ധതി പ്രയോഗവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ ഈ ബോംബാക്രമണം നിർത്തിയിരിക്കുന്നത് എന്ന് പറയുകയും വ്യാപകമായിട്ടുള്ള ബോംബാക്രമണം ഗസയിൽ തുടരുന്ന ഒരു സാഹചര്യവും ഈ വൈരുദ്ധ്യത്തെ എന്ത് പേരിട്ട് വിളിക്കുകയാണ് വേണ്ടതെന്ന് പോലും ആർക്കും, ലോക നേതാക്കൾക്ക് പോലും അറിയുന്നില്ല. പക്ഷേ എന്തായാലും ഇത് ശുഭകരമായിട്ടുള്ള നീക്കമായി തന്നെയാണ് അന്തർദേശീയ സമൂഹം ഉറ്റുനോക്കുന്നത്. അതിൻ്റെ ഭാഗമായി കൊണ്ടുള്ള പ്രായോഗിക നടപടികളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഈജിപ്തിൻ്റെ സുഖവാസ കേന്ദ്രമായിട്ടുള്ള ഷർമു ഷെയ്ഖിൽ തിങ്കളാഴ്ചയാണ് സാങ്കേതികമായിട്ടുള്ള സംഭാഷണം തീരുമാനിച്ചിരിക്കുന്നത്. അതിലേക്ക് ഇസ്രായേലിൻ്റെയും ഹമാസിൻ്റെയും സംഘങ്ങൾ നാളെ ഈജിപ്തിലേക്ക് പുറപ്പെടും. ഖത്തറിൽ നിന്നുള്ള സംഘം തിങ്കളാഴ്ച രാവിലെയായിരിക്കും പുറപ്പെടുന്നത്. അമേരിക്കയിൽ നിന്ന് ജറാദ് കുഷ്ണറും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഷർമു ഷെയ്ഖിൽ എത്തുന്നുണ്ട്. ഏതായാലും തിങ്കളാഴ്ച നടക്കുന്ന നിർണായകമായിട്ടുള്ള ചർച്ചയിലൂടെ ഈ ബന്ദികളുടെ കൈമാറ്റം സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ടാക്കും. ഇപ്പോൾ ഹമാസ് അറിയിച്ചിരിക്കുന്നത് സൈനികാക്രമണം പൂർണ്ണമായിട്ട് നിർത്തിവെക്കുക, 2 ഗസ സിറ്റി ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന്, കാരണം അവിടെയാണ് ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്നത്, അവരെ സുരക്ഷിതമായിട്ട് കൈമാറണമെങ്കിൽ അവിടെ നിന്ന് സൈനിക സാന്നിധ്യം ഒഴിവാക്കണം. അതുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളായിരിക്കും ഈ ഷർമു ഷെയ്ഖിൽ തിങ്കളാഴ്ച നടക്കുന്ന സാങ്കേതിക യോഗത്തിൽ ഹമാസ് നേതൃത്വം ഉന്നയിക്കുക. അത് ഇസ്രായേൽ സ്വീകരിക്കുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഈ ബന്ദി കൈമാറ്റം എന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് കടക്കും. ഏതാണ്ട് മധ്യസ്ഥ രാജ്യങ്ങൾ ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഖത്തറും ഈജിപ്തും. ആ നിർദ്ദേശങ്ങൾ ഇസ്രായേൽ സ്വീകരിക്കുമോ എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ടത്. നാസർ, ഈ ഇസ്രായേൽ ചാനൽ 12-ന് ഇപ്പോൾ ട്രംപ് ഒരു പ്രതികരണം കൊടുത്തിട്ടുണ്ടല്ലോ, അത് പരിശോധിക്കുകയായിരുന്നു. നെതന്യാഹു ഗസയിൽ ഏറെ ദൂരം പോയി എന്നും അതിലൂടെ ഇസ്രായേലിന് നഷ്ടപ്പെട്ട അന്താരാഷ്ട്ര പിന്തുണ താൻ പുനഃസ്ഥാപിക്കുമെന്നുമൊക്കെയാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ഗസ ഉടമ്പടി ഉടൻ തന്നെ വിജയകരമാകുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം, അല്ലേ? അവിടെ തീർച്ചയായിട്ടും. പക്ഷേ അതേസമയം തന്നെ നെതന്യാഹുവിനെ ചേർത്ത് നിർത്തിക്കൊണ്ടല്ലാതെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് ട്രംപിനും എളുപ്പമാകില്ല. അതുകൊണ്ട് നെതന്യാഹുവിൻ്റെ പിന്തുണ കൂടി ആർജിച്ചെടുക്കുക എന്ന ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇസ്രായേൽ ചാനൽ 12-ന് നൽകിയിരിക്കുന്ന പ്രത്യേക പ്രതികരണത്തിലാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. കാരണം ഗസയിൽ പരിധി വിട്ട രീതിയിൽ നെതന്യാഹു മുന്നോട്ട് പോയി അതിൻ്റെ തിക്തഫലം ഇപ്പോൾ ഇസ്രായേൽ അനുഭവിക്കുന്നതായിട്ട് പരോക്ഷമായിട്ടാണെങ്കിലും ട്രംപ് വിശദീകരിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ തോതിൽ ഇസ്രായേലിന് പിന്തുണ നഷ്ടപ്പെട്ടിരിക്കുന്നു. താൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന 20 ദിന പദ്ധതിയിലൂടെ നെതന്യാഹുവിന് ആ നഷ്ടപ്പെട്ട പിന്തുണ തിരിച്ചുപിടിക്കാൻ സാധിക്കും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമായിട്ടുള്ള ഒരു വിജയത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. അതുകൊണ്ട് ഈ ഒരു തന്റെ പദ്ധതിയോട് പൂർണ്ണമായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം കൈക്കൊള്ളണമെന്നാണ് ട്രംപ് ഈ പ്രതികരണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, നേരത്തെ തന്നെ ഈ നേരത്തെയും വെടിനിർത്തൽ കരാറൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്തും നമ്മൾ കണ്ടതാണ് ഇസ്രായേൽ മന്ത്രിസഭയ്ക്കകത്ത് തന്നെ വിരുദ്ധമായ നിലപാട് ഉരുത്തിരിയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. പ്രധാനമായും പറയുകയാണെങ്കിൽ സ്മോട്രിച്ചും അതുപോലെ തന്നെ ബെൻഗവറുമാണ് ഇതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന സ്ഥിതിക്ക് എന്തായിരിക്കും ഇവരുടെയൊക്കെ ഒരു നിലപാട്?
അമൃത, അതും വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം ഇന്ന് അല്പം മുമ്പാണ് ഈ തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള ബെൻഗവിർ അതോടൊപ്പം തന്നെ സ്മോട്രിക്, ഈ രണ്ടു പേരുമായിട്ട് നെതന്യാഹു പ്രത്യേകം ചർച്ച നടത്തിയത്. ഈ രണ്ട് മന്ത്രിമാരും വ്യക്തമാക്കിയിരിക്കുന്നത് ബന്ദികളുടെ കൈമാറ്റം എന്നത് പിന്നെ ഈ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഹമാസിനെ തീർത്തും ഉന്മൂലനം ചെയ്യുക എന്നതാണ് യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് നമ്മൾ നിർണയിച്ചത്. പക്ഷെ അതിലേക്ക് നമുക്ക് ഈ 2 കൊല്ലം കഴിഞ്ഞിട്ട് പോലും ഇനിയും എത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഗസയുടെ അധികാരത്തിൽ ഇപ്പോൾ പോലും പിടിമുറുക്കിയിരിക്കുന്നത് ഹമാസാണ്. അപ്പോൾ ബന്ദികളുടെ കൈമാറ്റം നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ ഹമാസിനെ ഇല്ലായ്മ ചെയ്യേണ്ട ഒരു അനിവാര്യമായിട്ടുള്ള ഘട്ടമുണ്ട്. അതിന് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഒരു നിർദ്ദേശമാണ് സ്മോട്രിക്കും ബെൻഗവിറും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ അതിനെതിരെ പ്രതിപക്ഷ നേതാവ് യായർ ലാപ്പിഡ് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. യായർ ലാപ്പിഡ് വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്നത് ഈ ബന്ദികളുടെ കൈമാറ്റത്തിന് അവർ തിരിച്ചെത്തുന്ന ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം രൂപപ്പെട്ടപ്പോൾ അതിനെ അട്ടിമറിക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണിപ്പോൾ സ്മോട്രിക്കും അതോടൊപ്പം തന്നെ ബെൻഗവിറും നെതന്യാഹുവുമായി ചേർന്ന് നടത്തുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അധികാരം മാത്രമാണ് നെതന്യാഹുവിനും ബെൻഗവിറിനും സ്മോട്രിക്കിനും താല്പര്യം. അതിന് ഇസ്രായേൽ പൊതുസമൂഹം നിന്നുകൊടുക്കാൻ പാടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ ജെറൂസലമിലും തെല്ലവീവിലും ഒക്കെ 10,000-ങ്ങളാണ് ഈ രാത്രിയിലും റാലി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവർ ആവശ്യപ്പെടുന്നത് ഈ അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ബന്ദികളെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ, യുദ്ധം നിർത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ നെതന്യാഹു ഏത് തീരുമാനമായിരിക്കും നടത്തുക എന്ന കാര്യം ഇപ്പോൾ പോലും വ്യക്തമല്ല. ഇന്ന് രാത്രി അദ്ദേഹം ഇസ്രായേലിനെ അഭിസംബോധന ചെയ്ത് ടെലിവിഷനിലൂടെ സംസാരിക്കുന്നുണ്ട്. അതിൽ ഔദ്യോഗികമായി ഒരുപക്ഷെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നെതന്യാഹു വെളിപ്പെടുത്തുമെന്ന ഒരു സൂചനയും വാർത്തയുമാണ് ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. നാസറി പറഞ്ഞതുപോലെ ഹമാസ് അധികാരത്തിൽ തുടർന്നാൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്നൊക്കെയാണല്ലോ വലതുപക്ഷ മന്ത്രിമാർ പറയുന്നത്. ആ ഒരു നിർദ്ദേശം അത് ഹമാസ് അംഗീകരിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? അവിടുത്തെ ഇതിൽ നിർണായകമായിട്ടുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത്. നെതന്യാഹുവും അതോടൊപ്പം തന്നെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരും ഇന്നലെ രാത്രി വരെ കരുതിയത് ഈ 20 പദ്ധതി പൂർണ്ണമായും ഫലസ്തീൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ട് തന്നെ ഹമാസ് അത് നിരാകരിക്കും. അതോടുകൂടി കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തി കൂടുതൽ വന്യമായിട്ടുള്ള ആക്രമണത്തിലൂടെ ഗസ സിറ്റിയെ പൂർണ്ണമായിട്ടും വരുതിയിലാക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്നൊരു നിലപാടായിരുന്നു, ഒരു പ്രതീക്ഷയായിരുന്നു ഈ മന്ത്രിമാർക്കും നെതന്യാഹുവിനും ഉള്ളത്. പക്ഷേ അതിന് തകിടം മറിച്ചുകൊണ്ടാണ് വളരെ തന്ത്രപരമായിട്ടുള്ള ചില നീക്കങ്ങൾ ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിലവർ പ്രധാനമായും വ്യക്തമാക്കിയിരിക്കുന്നത് സാഹചര്യങ്ങൾ അനുകൂലമാവുകയാണെങ്കിൽ ബന്ദി കൈമാറ്റത്തിന് തങ്ങൾ ഒരുക്കമാണ്. മറ്റു കാര്യങ്ങളൊക്കെ തുറന്ന ചർച്ചകളിലൂടെ അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമെന്ന് പറഞ്ഞതോടുകൂടി കൂടുതൽ പ്രതിരോധത്തിലായത് നെതന്യാഹുവും അതോടൊപ്പം തന്നെ ഈ തീവ്ര വലതുപക്ഷ മന്ത്രിമാരും ഈവൻ ട്രംപ് കൂടിയാണ്. അറബ് മുസ്ലിം രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടിയുള്ള ഒരു സ്വതന്ത്ര ഫലസ്തീൻ സമിതിക്ക് അധികാരം കൈമാറാൻ സന്നദ്ധതയും ഹമാസ് പ്രഖ്യാപിച്ചതോടുകൂടി ഈ അറബ് മുസ്ലിം രാജ്യങ്ങളും കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇനി ഈ പ്രതിസന്ധി തീർക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം ട്രംപിന് മാത്രമല്ല അറബ് മുസ്ലിം രാജ്യങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇസ്രായേലിനും വന്നുപെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ ഹമാസിന്റെ ഏറ്റവും ആസൂത്രിതമായിട്ടുള്ള കരുതലോടുകൂടിയുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കം അവരെ അത്തരമൊരു സാഹചര്യം രൂപപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിനെ എങ്ങനെ മറികടക്കണമെന്നും ബന്ദികളുടെ ജീവൻ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്, അതേസമയം ഹമാസിനെ ഇല്ലായ്മ ചെയ്യണം. ഈ 2 വർഷമായി തുടരുന്ന ഈ അരുംകൊലയിലൂടെ ഇപ്പോൾ പോലും ഹമാസിന് വലിയ സ്വാധീനം അവിടെ ഉണ്ട് എന്ന് ഇസ്രായേൽ തന്നെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇനിയും ഗസ സിറ്റി കീഴടക്കാനുള്ള ഒരു നീക്കം പോലും എവിടെയും എത്തിയിട്ടില്ല. ആയിരങ്ങളെ കൊന്നൊടുക്കാൻ സാധിച്ചു. ഇപ്പോൾ മരണസംഖ്യ ഇന്നിപ്പോൾ 67,000 കടന്നിരിക്കുകയാണ്. ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു അവസ്ഥ സിവിലിയൻ സമൂഹത്തോട് ചെയ്തു എന്നതല്ലാതെ ഈ പോരാളി സംഘടനകളെ അമർച്ച ചെയ്യാനോ അവരുടെ വീര്യം നശിപ്പിക്കാനോ ഇനിയും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ധർമ്മസങ്കടത്തിലേക്കാണ് ആ രാജ്യം എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ രാത്രിയിലും ബന്ദികളെ വിട്ടുകിട്ടണമെന്ന ഒരാവശ്യവുമായി, യുദ്ധം നിർത്തണമെന്ന ആവശ്യവുമായി ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ ഏത് നിലപാട് സ്വീകരിക്കണമെന്നറിയാതെ പ്രയാസപ്പെടുന്ന ഒരു നെതന്യാഹുവിനെയും തീവ്ര വലതുപക്ഷ മന്ത്രിമാരെയുമാണ് ഈ രാത്രിയിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അമൃത. ഓക്കെ നാസർ, ഏതായാലും ഈ സമാധാന ശ്രമങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്, അത് ആശ്വാസകരം തന്നെയാണ്. പക്ഷേ അപ്പോഴും ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ എന്ന് പറയുന്നുണ്ട്. ഗസയിലെ അവസ്ഥ എന്താണ് നാസർ ഇപ്പോൾ?
ഗസയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതീക്ഷയിൽ ജനങ്ങൾ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ ഇന്ന് ഗസയുടെ പല ഭാഗത്തും നടന്നിരുന്നു. കാരണം 2 കൊല്ലത്തിലേക്ക് എത്തി നിൽക്കുന്ന 2 കൊല്ലം പൂർത്തീകരിക്കപ്പെടുന്ന ഈ വംശഹത്യ അവസാനിക്കാൻ പോകുന്നു എന്ന വലിയ പ്രതീക്ഷ ട്രംപിന്റെ ഇന്നലത്തെ പ്രഖ്യാപനത്തോടു കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെയും നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ആക്രമണങ്ങൾ പല ഭാഗത്തേക്കും ഇസ്രായേലിൽ നിന്ന് വ്യാപിപ്പിച്ചിരിക്കുന്നത്. കാരണം ഏറ്റവും സുരക്ഷിതം എന്ന് കരുതുന്ന തെക്കൻ ഗസയിലെ മവാസി കേന്ദ്രത്തിൽ നടത്തിയ ആക്രമണത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ട ഒരു സംഭവമുണ്ടായി. തുടർന്നും വ്യാപകമായിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങളും വ്യോമാക്രമണങ്ങളും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇന്നിപ്പോൾ രാത്രി ട്രംപിന്റെ ഏറ്റവും അവസാനത്തെ പ്രതികരണം വന്നതോടുകൂടി ഗസയിൽ വെടിയൊച്ചകൾ നിലയ്ക്കുന്നതായിട്ടുള്ള ചില സൂചനകൾ ഗസയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ നൽകുന്നുണ്ട്. അത് തുടരുകയാണെങ്കിൽ അത്തരമൊരു സാഹചര്യം തുടരുമോ എന്നത് ഒരു പക്ഷേ ഇന്ന് രാത്രി നെതന്യാഹു നടത്തുന്ന ഈ പ്രസംഗത്തിലൂടെ ആയിരിക്കും വ്യക്തമാവുക. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിങ്കളാഴ്ച ഈജിപ്തിന്റെ സുഖവാസ കേന്ദ്രമായിട്ടുള്ള ഷർം ഷെയ്ഖിൽ നടക്കുന്ന ആ ഒരു സാങ്കേതിക യോഗത്തിലൂടെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ അവർക്ക് ബന്ധപ്പെട്ട കക്ഷികൾക്ക് സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ബന്ദികളുടെ കൈമാറ്റത്തിന് അനുകൂലമായിട്ടുള്ള നീക്കങ്ങൾ സൈന്യം തുടരുമെന്നൊരു സൂചനയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഇസ്രായേൽ മാധ്യമങ്ങളും മറ്റും നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ 20 ദിന പദ്ധതിയുടെ തുടർ നീക്കങ്ങൾ അത് കുറേ സങ്കീർണമായിട്ടുള്ള ഘട്ടങ്ങൾ അതിലുണ്ട്. കാരണം ഹമാസിന്റെ നിരായുധീകരണം, അതോടൊപ്പം തന്നെ ഒരു യുദ്ധാനന്തര ഗസയുടെ ഭാവി, പുതിയ സർക്കാരിന്റെ സ്വഭാവം, ഇത്തരം കാര്യങ്ങളിലൊക്കെയും അത്ര എളുപ്പമല്ല ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുക എന്നത്. അതും മാത്രമല്ല ട്രംപും അതോടൊപ്പം തന്നെ നെതന്യാഹുവും ഈ ഒരു 20 ദിന പദ്ധതിയോടും ഹമാസിന്റെ ഈ ഒരു പ്രതികരണത്തോടും എത്ര കണ്ട് താല്പര്യം എടുക്കും എന്നത് സംബന്ധിച്ച ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. മുമ്പൊക്കെയും ഇതേപോലെ തന്നെ വലിയ പ്രതീക്ഷ ഒരു ഭാഗത്തുണ്ടാവുന്നു. ആ പ്രതീക്ഷയെ അട്ടിമറിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ, കൂടുതൽ കുരുതികൾ നടക്കുന്ന ഒരു സാഹചര്യം മുമ്പൊക്കെ രൂപപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര കണ്ട് ഈ ഒരു പ്രതീക്ഷ ലോക ജനതയ്ക്കും എല്ലാം രൂപപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും അതിൽ എത്ര കണ്ട് വിജയിക്കാൻ സാധിക്കുമെന്ന ചോദ്യം ഈ രാത്രിയിലും ബാക്കി നിൽക്കുകയാണ്. നാസർ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അറിയേണ്ടത് ഫ്രീഡം ഫ്ലോട്ടിലെ കുറിച്ച് തന്നെയാണ്. അതിലുണ്ടായിരുന്ന ആക്ടിവിസ്റ്റുകളെയൊക്കെ ഇസ്രായേൽ കരുതൽ തടങ്കലിലാക്കുകയായിരുന്നല്ലോ. ഇവരെ സംബന്ധിച്ച് എന്താണ് ഇസ്രായേലിന്റെ നിലപാട്? ഇവരെ സ്വന്തം നാടുകളിലേക്ക് വിട്ടയച്ചു തുടങ്ങിയോ? അവിടുത്തെ ഏതാണ്ട് വളരെ ചുരുക്കം പേരെ മാത്രമാണ് അതാത് നാടുകളിലേക്ക് ഇപ്പോൾ തിരിച്ചുവിട്ടിരിക്കുന്നത്. ബാക്കി എല്ലാവരെയും മസ്കോദ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ പ്രത്യേക തടങ്കൽ കേന്ദ്രങ്ങളിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല ഗ്രേറ്റർ തുംബർഗ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പ്രശസ്തരായിട്ടുള്ള ആക്ടിവിസ്റ്റുകൾക്കെതിരെ വലിയ തോതിലുള്ള അപഹാസ്യമായിട്ടുള്ള നടപടികൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇസ്രായേലിന്റെ പതാകയിൽ ചുംബിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ ആക്ടിവിസ്റ്റുകളോട് ആവശ്യപ്പെട്ടു. ഇന്നലെ തീവ്ര വലതുപക്ഷ മന്ത്രി ബെൻഗവിർ ഇവരെ പാർപ്പിച്ചിരിക്കുന്ന തടങ്കൽ കേന്ദ്രം സന്ദർശിക്കുകയും അവരെ പരിഹസിച്ചുകൊണ്ടുള്ള, അവരെ അധിക്ഷേപിച്ചുകൊണ്ട് അവർ തീവ്രവാദികളാണെന്നും ഹമാസിന് വേണ്ടിയാണ് അവർ ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില സംഘടിപ്പിച്ചതെന്ന് പിന്നെ അധിക്ഷേപിക്കുന്ന കുറേ പരാമർശങ്ങൾ മന്ത്രി നടത്തി. ഇതിനൊക്കെ എതിരെ അന്തർദേശീയ തലത്തിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധം രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു പിന്നെ കുരുതി നേരിടുന്ന ഒരു ജനതയെ സംരക്ഷിക്കാനും അവർക്ക് സാധ്യമായിട്ടുള്ള പിന്തുണ നൽകാനുള്ള ഒരു അന്താരാഷ്ട്ര മര്യാദയുടെ ഭാഗമായി നിരായുധരായിട്ട് പുറപ്പെട്ട ഈ സംഘാംഗങ്ങളോട് ഈ വിധത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചത് ഒരു നിലയ്ക്കും തങ്ങൾ അംഗീകരിക്കാനാവില്ല എന്നാണ് സ്പെയിൻ ഉൾപ്പെടെയുള്ള, പോർച്ചുഗീസ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആളുകളെ എത്രയും പെട്ടെന്ന് തിരിച്ചയക്കാനും അവരോട് മാന്യമായിട്ട് പെരുമാറാനുമുള്ള നിർദ്ദേശങ്ങളാണ് വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമൃത. ശരി, MC നാസറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. മികച്ച 200 അധ്യാപകർക്ക് ഗോൾഡൻ വിസ പ്രഖ്യാപിച്ച ദുബായ്. കിരീടാവകാശി ഷെയ്ഖ് ഹംദാനാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ പഠിക്കുന്ന ഏർലി എഡ്യൂക്കേഷൻ സെന്റർ അധ്യാപകർ, സ്കൂൾ അധ്യാപകർ, അന്താരാഷ്ട്ര സർവകലാശാല അധ്യാപകർ എന്നിവർക്കാണ് 10 വർഷത്തെ ഗോൾഡൻ വിസ അനുവദിക്കുക. ക്ലാസ് മുറിക്ക് അപ്പുറത്തേക്ക് വിദ്യാർത്ഥികളെ സ്വാധീനിച്ച അധ്യാപകരെയാണ് ഗോൾഡൻ വിസയ്ക്കായി തെരഞ്ഞെടുത്തതെന്ന് ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു. സാമ്പത്തിക ചെലവ് വർദ്ധിച്ചതോടെ സൗദിയുടെ ബജറ്റ് കമ്മി നികത്താൻ പുതിയ ശ്രമങ്ങൾക്ക് ധനകാര്യ മന്ത്രാലയം. ചെലവ് ചുരുക്കുകയോ കടം വാങ്ങുകയോ സൗദി അറേബ്യ ചെയ്യേണ്ടി വരുമെന്ന് റേറ്റിംഗ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. എണ്ണവില ഇടിയുന്നതാണ് പ്രധാന വെല്ലുവിളിയായി തുടരുന്നത്. സൗദി അറേബ്യയുടെ സാമ്പത്തിക പാതയിൽ അപകട സാധ്യതകളുണ്ടെന്ന് ഫിച്ച് റേറ്റിംഗ്സിന്റേതാണ് മുന്നറിയിപ്പ്. എണ്ണവിലയിലെ ഇടിവും വിഷൻ 2030 പദ്ധതിയുമായി ബന്ധപ്പെട്ട വൻ ചിലവുകളുമാണ് പ്രധാന വെല്ലുവിളി. കഴിഞ്ഞയാഴ്ച സൗദിയുടെ 2025 ബജറ്റ് കമ്മി 5.3% ഉയർന്നത് സൗദി ഭരണകൂടം അറിയിച്ചിരുന്നു. ഇത് മുൻപ് പ്രതീക്ഷിച്ച 2.3 ഇരട്ടിയാണ്. നേരത്തെയുള്ള കണക്കുകൂട്ടൽ പ്രകാരം
കമ്മി പരമാവധി 2.9% ആയിരിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. ഇതേസമയം എണ്ണ ഇതര സമ്പദ് വ്യവസ്ഥയുടെ ശക്തമായ പ്രകടനം ഇതുവഴിയുള്ള വരുമാനം ഉയർത്തിയിട്ടുണ്ട്. 2026 വരുമാനം 5.1% വർദ്ധിക്കുമെന്നും ചിലവ് 1.7% കുറയുമെന്നും സൗദി സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. കായിക മേഖലയിലെ വൻ പദ്ധതികൾ രാജ്യത്ത് തുടരുകയാണ്. എണ്ണവില തുടരെ കുറയുന്നത് സൗദിയുടെ പദ്ധതികൾക്ക് മേൽ സമ്മർദ്ദമാകുന്നുണ്ട്. എണ്ണയെ ആശ്രയിക്കാതെ പുതിയ വരുമാനം കണ്ടെത്താനാണ് സൗദിയുടെ ശ്രമം. എങ്കിലും പ്രധാന വരുമാന സ്രോതസ് ക്രൂഡ് ഓയിൽ വരുമാനം തന്നെയാണ്. സാമ്പത്തിക മുന്നറിയിപ്പ് പശ്ചാത്തലത്തിൽ സൗദിക്ക് ചിലവ് നിയന്ത്രിക്കുകയോ കടം വർദ്ധിപ്പിക്കുകയോ വേണ്ടിവരും. സാമ്പത്തിക റേറ്റിംഗ് ഏജൻസികൾ നൽകുന്ന മുന്നറിയിപ്പ് ഇതുതന്നെയാണ്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. ടൂറിസം മേഖലയിൽ ലോകത്തിന് മാതൃകാപരമായ പദ്ധതികൾ നടപ്പിലാക്കിയ രാജ്യമാണ് സൗദി അറേബ്യ എന്ന് സൗദി ടൂറിസം മന്ത്രി. ടൂറിസം മേഖലയിലെ ജീവനക്കാരിൽ വനിതാ പ്രാതിനിധ്യം പകുതിയായി ഉയർത്താൻ സൗദിക്ക് കഴിഞ്ഞത് ആഗോള നേട്ടമാണെന്നും മന്ത്രി പറഞ്ഞു. ആഗോള ടൂറിസം ഉച്ചകോടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടൂറിസം ജീവനക്കാരിൽ 50% വനിതകളെ നിയമിച്ച് സൗദി അറേബ്യ ലോകത്തിന് മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖാത്തിബ് പറഞ്ഞു. റോമിൽ സമാപിച്ച വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിൽ ഗ്ലോബൽ ഉച്ചകോടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലക്ഷക്കണക്കിന് പരിശീലന അവസരങ്ങൾ നൽകിയും ടൂറിസം തൊഴിലാളികളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം 50% വർദ്ധിപ്പിക്കുന്നതിലും വിജയിച്ച സൗദിയുടെ നേട്ടം ലോകത്തിന് അനുകരിക്കാവുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2035 ആഗോളതലത്തിൽ പുതുതായി നിർമ്മിക്കപ്പെടുന്ന തൊഴിലവസരങ്ങളിൽ 1/3 യാത്ര ടൂറിസം മേഖലയിൽ നിന്നായിരിക്കും. ഇത് ആഗോള സാമ്പത്തിക വളർച്ചയ്ക്കുള്ള സവിശേഷ മുതൽക്കൂട്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. 70-ലധികം രാജ്യങ്ങളിൽ നിന്നും വിദഗ്ധരും വ്യവസായ പ്രമുഖരും പങ്കെടുത്ത ഗ്ലോബൽ ഉച്ചകോടി ആഗോള ടൂറിസത്തിന് പുതിയ ദിശ നിർണ്ണയിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. കുവൈത്തിൽ മനുഷ്യക്കടത്തും നിയമവിരുദ്ധ വിസ വിൽപ്പനയും നടത്തിയ ഗാർഹിക തൊഴിൽ റിക്രൂട്ട്മെന്റ് ഓഫീസിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു. വഹാഹിലിൽ നടത്തിയ പരിശോധനയിൽ 29 വനിതാ തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. ഓഫീസ് വിസയ്ക്ക് 120 ദിനാറും തൊഴിൽ കരാറുകൾക്ക് 1100 മുതൽ 1300 ദിനാർ വരെയും ഈടാക്കിയിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. പബ്ലിക് പ്രോസിക്യൂഷന്റെ അനുമതിയോടെ നടത്തിയ റെയ്ഡിൽ ഓഫീസിന്റെ ചുമതലയുള്ളവരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി തുടരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. പൊതു ശുചിത്വ നിയമലംഘനങ്ങൾ തടയാൻ കർശന നടപടികളുമായി കുവൈത്ത് മുനിസിപ്പാലിറ്റി. നിയമലംഘനങ്ങൾ ദിനംപ്രതി വർദ്ധിക്കുകയാണെന്നും ഇത് ശുചീകരണ തൊഴിലാളികൾക്ക് അധിക ഭാരം സൃഷ്ടിക്കുകയാണെന്നും മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വക്താവ് മുഹമ്മദ് അൽ സിൻഡാർ വ്യക്തമാക്കി. തെരുവുകളിലും ബീച്ചുകളിലും പൊതുമാർക്കറ്റുകളിലും മാലിന്യ നിക്ഷേപം തടയുന്നതിൽ കർശന ശിക്ഷകൾ അനിവാര്യമാണെന്നും അതുവഴി രാജ്യത്തിന്റെ ശുചിത്വവും പ്രതിച്ഛായയും സംരക്ഷിക്കാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാന്ധി ജയന്തിക്ക് ശുചീകരണവും ലഹരിവിരുദ്ധ ക്യാമ്പയിനുമായി IOC UK കേരള ചാപ്റ്റർ. ഷൈനു ക്ലെയർ മാത്യൂസ്, റോമി കുര്യാക്കോസ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി സേവാ വോളണ്ടിയർമാർ പങ്കെടുത്തു. പരിപാടി യാസ്മിൻ ഖുറേഷി ഉദ്ഘാടനം ചെയ്തു. ലണ്ടനിലെ ഗാന്ധി പ്രതിമയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധവും നടന്നു. അറബിക്കടലിൽ ശക്തി ചുഴലിക്കാറ്റ് രൂപപ്പെട്ട സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി ഒമാൻ. സുൽത്താനേറ്റിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ കേന്ദ്രം പറയുന്നു. തെക്കൻ ഷർക്കിയ, അൽവുസ്ത കൗണ്ടികളുടെ തീരപ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരമാലകൾ 2 മുതൽ 3.5 മീറ്റർ വരെ ഉയർന്നേക്കാം. ഈ ഗവർട്ടുകളുടെ തീരങ്ങളിൽ ഉയർന്ന വേലിയേറ്റ സമയങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിലേക്കും കടൽവെള്ളം കയറാനുള്ള സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് നാഷണൽ മൾട്ടി ഹസാർഡ്സ് ഏർലി വാർണിംഗ് സെന്ററിലെ കാലാവസ്ഥാ വിദഗ്ധർ പറഞ്ഞു. ശക്തി കൊടുങ്കാറ്റ് നിലവിൽ വടക്ക് കിഴക്കൻ അറബിക്കടലിൽ രേഖാംശം 64.3 ഡിഗ്രിയിലും അക്ഷാംശം 21.5 ഡിഗ്രിയിലും സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് പുതിയ ഉപഗ്രഹ ചിത്രങ്ങളും വിശകലനങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. കേന്ദ്രത്തിന് ചുറ്റുമുള്ള കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 81 മുതൽ 99 കിലോമീറ്റർ വരെയാണ്. കൊടുങ്കാറ്റിൻ്റെ കേന്ദ്രം റാസൽ ഹദിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ അകലെയാണെന്നും കണക്കാക്കുന്നുണ്ട്. ഒമാൻ തീരത്ത് നിന്ന് 200 മുതൽ 300 കിലോമീറ്റർ ഉള്ളിലേക്ക് കാറ്റ് എത്തുമെന്നും തുടർന്ന് ഞായറാഴ്ച വൈകുന്നേരം മുതൽ തിങ്കളാഴ്ച രാവിലെ വരെ ഇന്ത്യൻ വൻകരയിലേക്ക് അതിൻ്റെ പാത ക്രമേണ മാറുമെന്നും ഇതോടെ കാറ്റ് ക്രമേണ ദുർബലമാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. മീഡിയ 1, മസ്കത്ത്. ദമാമിലെ ലോകകപ്പ് ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ സ്ട്രക്ചർ വർക്കുകൾ പൂർത്തിയായി. സൗദി അരാംകോയ്ക്ക് കീഴിൽ $100 കോടി മുതൽ മുടക്കിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. സ്മാർട്ട് കൂളിംഗ് സംവിധാനങ്ങളും ആഡംബര VIP സൂട്ടുകളും ഉൾക്കൊള്ളുന്നതാണ് സ്റ്റേഡിയം. ദമാം റാക്ക സ്പോർട്സ് സിറ്റിയിൽ പുരോഗമിക്കുന്ന സൗദി അരാംകോ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. സൗദി അരാംകോ നിർമ്മിക്കുന്ന കായികാസ്ഥാനത്തിന്റെ സ്ട്രക്ചർ വർക്കുകൾ അന്തിമഘട്ടത്തിൽ എത്തി.
$100 കോടി മുതൽ മുടക്കിൽ സൗദി അരാംകോയാണ് സ്റ്റേഡിയം ഒരുക്കുന്നത്. സ്മാർട്ട് കൂളിംഗ് സംവിധാനങ്ങൾ, അംഗപരിമിതർക്കുള്ള പ്രത്യേക സൗകര്യങ്ങൾ, ആഡംബര VIP സൂട്ടുകൾ, പ്രകൃതി സൗഹൃദ നിർമ്മാണം തുടങ്ങി നിരവധി പ്രത്യേകതകളും സംവിധാനങ്ങളും സ്റ്റേഡിയത്തിന്റെ സവിശേഷതകളാണ്. ഫുട്ബോൾ സ്റ്റേഡിയം എന്നതിലുപരി സംയോജിത മൾട്ടി ഉപയോഗ കായിക കേന്ദ്രമായാണ് സമുച്ചയം ഒരുങ്ങുന്നത്. 7000-ലധികം തൊഴിലാളികളാണ് വ്യത്യസ്ത ഷിഫ്റ്റുകളിലായി 24 മണിക്കൂറും ഇവിടെ ജോലി ചെയ്തു വരുന്നത്. ലോകകപ്പിന് പുറമെ 2027 ഏഷ്യ കപ്പ് മത്സരങ്ങൾ നടക്കുന്ന പ്രധാന വേദികളിലൊന്നു കൂടിയാണ് ഇത്. ദമാമിലെ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ അൽഖാദിസിയ ക്ലബിന്റെ ഹോം ഗ്രൗണ്ടായി മാറ്റുവാനും പദ്ധതിയുണ്ട്. 47,000 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം 2026 പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. നൌഷാദ് റിക്കോർ, മീഡിയ 1, ദമ്മാം. ചൂയിംഗം തൊണ്ടയിൽ കുടുങ്ങിയ കുട്ടിയെ രക്ഷപ്പെടുത്തി വൈറലായ ഇസ്മായിൽ കേവിയെ കുവൈത്തിലെ സുഹൃത്തുക്കൾ ആദരിച്ചു. ഹലോ തേഴ്സ്ഡേ വാട്സാപ്പ് കൂട്ടായ്മയാണ് ആദരം നൽകിയത്. സാൽമയിൽ നടന്ന ചടങ്ങിൽ ആഷിഖ് ചാലക്കുടി അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ പഴയങ്ങാടി പള്ളിക്കര സ്വദേശിയായ ഇസ്മായിൽ കുവൈത്തിൽ നിന്ന് അവധിക്ക് നാട്ടിൽ വന്നപ്പോഴാണ് കുട്ടിയെ രക്ഷിച്ചത്. ജി ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒമാനിലെ പുതിയ ഷോറൂം മബേലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ബിലാദ് മാളിൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന് സമീപമാണ് ഒമാനിലെ 4ാമത്തെ ഷോറൂം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. G Golden Diamonds in the proud moment, we have officially inaugurated the 4th outlet of G Golden Diamonds. ഇന്ത്യ, UAE, ഒമാൻ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ജി ഗോൾഡിന്റെ ഒമാനിലെ 4ാമത്തെ ഷോറൂമാണ് മബൈലയിലെ ബിലാദ് മാളിലേത്. ഷൂറ കൗൺസിൽ മെമ്പർ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ ബലൂഷിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. അവതാരകൻ രാജ് കലേഷ്, ജി ഗോൾഡ് MD PK അബ്ദുറസാഖ്, ഡയറക്ടർമാരായ അസ്ലം, ഷബീർ, മുഹമ്മദ് റിഫ, മുഹമ്മദ് ഫജർ, മറ്റു സ്വദേശി പ്രമുഖരും പങ്കെടുത്തു. ജി ഗോൾഡിൻ്റെ മസ്കത്തിലുള്ള 4ാമത്തെ സ്റ്റോറാണ്. നമ്മളിപ്പം അടുത്ത ആഴ്ച ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റോർ കഴിഞ്ഞിട്ട് ഒരു ആനിവേഴ്സറി സംഭവിക്കാൻ പോകുന്നത്. നവംബർ 1-ാം തീയതിയാണ് ആനിവേഴ്സറി വരുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെ 4 സ്റ്റോർ തുറക്കാനും അതിന് സപ്പോർട്ട് ചെയ്ത് ഇവിടുത്തെ മസ്കത്തിലുള്ള എല്ലാവരോടും നന്ദി പറയുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ സ്വീകാര്യതയാണ് ഇന്ന് നമ്മൾ ഇനോഗ്രേഷന് വന്ന ആൾക്കാരും. അതുകൂടാതെ തന്നെ നമ്മൾ ഒരു വർഷം കൊണ്ട് അൽഹംദുലില്ലാഹ് ഇത് 4ാമത്തെ സ്റ്റോറാണ്. ആൻഡ് വി ആർ റിയലി ഹാപ്പി ഫോർ ദാറ്റ്. ഇനി നമ്മൾ സ്റ്റോറുകളും ഷോറൂംസും കാര്യങ്ങളൊക്കെ ഒമാനിലും വരുന്നുണ്ട്, ദുബൈയിലും ഒക്കെ വരുന്നുണ്ട്. ആദ്യ വിൽപ്പന ഷമീന ഇക്ബാലിന് നൽകി PK അബ്ദുറസാഖ് നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക സ്കീമുകളും ഓഫറുകളും ഒരുക്കിയിട്ടുണ്ടെന്ന് ജി ഗോൾഡ് അധികൃതർ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഓപ്പണിങ്ങിൻ്റെ ഓഫർ വളരെ സ്പെഷ്യലാണ്. അത് ഹാൻഡ് മെയ്ഡ് ഐറ്റംസുകൾക്കെല്ലാം, ചെയിൻ ആയാലും അതെ, പാദസര ആയിക്കോട്ടെ, വള ആയിക്കോട്ടെ, അതുപോലെ ബ്രേസ്ലെറ്റുകളുടെ എന്തും ആയിക്കോട്ടെ, ഹാൻഡ് മെയ്ഡ് ഐറ്റംസുകൾക്ക് എല്ലാത്തിനും 0 മേക്കിംഗ് ചാർജ്, പണിക്കാശില്ല. പിന്നെ അത് ഈ ഒരു ഓഫർ നമുക്ക് ധൻരാസ് അതുപോലെ തന്നെ ദിവാലി 22 വരെ നമ്മൾ ഈ ഓഫർ വെച്ചിട്ടുണ്ട്. സ്റ്റേജ് ഷോക്ക് രാജ് കലേഷും ഷബ്നയിദും നേതൃത്വം നൽകി. ഉദ്ഘാടന ചടങ്ങ് മനോഹരമാക്കാൻ സംഗീത നിശയും നടന്നു. ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സമ്മാനങ്ങളും നൽകി. മീഡിയ 1, മസ്കത്ത്. പ്രതിഭ കുവൈത്ത് സംഘടിപ്പിക്കുന്ന കഥായനം 2025 ശില്പശാലയുടെ ഭാഗമായി കുവൈത്തിലെ മലയാളി എഴുത്തുകാരിൽ നിന്ന് കഥകൾ ക്ഷണിച്ചു. 3 പേജിൽ കവിയാത്ത മലയാളത്തിൽ ടൈപ്പ് ചെയ്ത രചനകൾ ഈ മാസം 25-ന് മുൻപായി ഇമെയിൽ വഴി അയക്കണം. തെരഞ്ഞെടുക്കപ്പെടുന്ന കഥകൾ ശില്പശാലയിൽ ഉൾപ്പെടുത്തും. VJ ജെയിംസ്, VR സുധീഷ് എന്നിവർ ശില്പശാലയിൽ മുഖ്യാതിഥികളാകും. നോർക്ക കെയർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ ആത്മസംതൃപ്തി പ്രകടിപ്പിച്ച് കുവൈറ്റ് പ്രവാസി ബാബു ഫ്രാൻസിസ്. മടങ്ങിയെത്തുന്ന പ്രവാസികളെയും ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടുത്തണമെന്ന ആശയം 2018-ൽ ലോക കേരള സഭയുൾപ്പെടെ വിവിധ വേദികളിൽ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ലോക കേരള സഭ പ്രതിനിധിയും ഓവർസീസ് സെൽ ദേശീയ അധ്യക്ഷനുമാണ് ബാബു ഫ്രാൻസിസ്. തിരുവല്ല പ്രവാസി അസോസിയേഷൻ സിൽവർ ജൂബിലി സംവിധായകൻ ബ്ലസ്സി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജെയിംസ് വി കൊട്ടാരം അധ്യക്ഷത വഹിച്ചു. KS വർഗീസ്, റെയ്ജു അരീക്കര, ബൈജു ജോസ് എന്നിവർ സംസാരിച്ചു. സംഗീത, നൃത്ത പരിപാടികളും അരങ്ങേറി. OICC കുവൈറ്റ് നാഷണൽ കമ്മിറ്റി ഗാന്ധി ജയന്തി ആഘോഷിച്ചു. നാഷണൽ പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു. സാമുവൽ ചാക്കോ അധ്യക്ഷത വഹിച്ചു. ജോബിൻ ജോസ്, ബത്തർ വൈക്കം, കലീഷ് B. പിള്ള എന്നിവർ സംസാരിച്ചു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാൻ UAE-യിലെ ധനവിനിമയ സ്ഥാപനമായ ലുലു എക്സ്ചേഞ്ച് ദുബൈയിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഓഡിറ്റിംഗ്, അക്കൌണ്ടിംഗ് മേഖലകളിലെ 500-ലധികം പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. ധനകാര്യ രംഗത്തെ പരിശീലന സ്ഥാപനമായ ക്രോ UAE അക്കാദമിയുമായി ചേർന്നാണ് ലുലു എക്സ്ചേഞ്ച് ഉപഭോക്തൃ സംരക്ഷണ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്.
സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാനുള്ള പുതിയ നിയമങ്ങളെക്കുറിച്ചും മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചും വിദഗ്ധർ വിവരങ്ങൾ പങ്കുവച്ചു. കള്ളപ്പണം, ഭീകരവാദ ഫണ്ടിംഗ് എന്നിവ തടയാൻ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളിൽ പരിശീലനം നൽകി. UAE-യിൽ ആദ്യമായാണ് ഒരു ധനവിനിമയ സ്ഥാപനം ഇത്തരമൊരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ലുലു എക്സ്ചേഞ്ച് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ബിനു പൗലോസ് പറഞ്ഞു. It also gives me happiness that the said event is conducted aligned with the UAE regulators' constant efforts in improvising and propagating and also implementing the compliance and consumer protection related regulations. സാമ്പത്തിക ഇടപാടുകളുടെ വിശ്വാസ്യതയും ഉപഭോക്താക്കളുടെ സുരക്ഷയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു പരിപാടിയെന്ന് ലുലു എക്സ്ചേഞ്ച് UAE CEO തമ്പി സുദർശനൻ പറഞ്ഞു. ക്രോ UAE പാർട്ണർ ഡോൺ തോമസ് ബോധവൽക്കരണ പരിപാടിയിൽ സംസാരിച്ചു. പങ്കെടുത്തവർക്ക് ക്രോ UAE അക്കാദമിയുടെ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. മീഡിയ 1 ദുബായ്. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ബ്ലഡ് ഡോണേഴ്സ് കേരള കുവൈറ്റ് ചാപ്റ്റർ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 100 കണക്കിന് പേർ രക്തം ദാനം ചെയ്തു. അദാൻ ബ്ലഡ് ബാങ്കിൽ നടന്ന ക്യാമ്പിന് BDK കുവൈറ്റ് വോളണ്ടിയർമാർ നേതൃത്വം നൽകി. ശ്രീജിത്ത് മോഹൻദാസ് മുഖ്യാതിഥിയായിരുന്നു. മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ കുവൈറ്റ് ചാപ്റ്റർ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ സെമിനാറും സംഘടിപ്പിച്ചു. 200ഓളം പേർക്ക് വിവിധ സേവനങ്ങൾ സൗജന്യമായി ലഭ്യമാക്കി. ജോബിൻ പാലക്കൽ അധ്യക്ഷത വഹിച്ചു. സിറാജ് സിരു, അരുൺ, അബ്ദുൽ ഖാദർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കലാ കുവൈത്ത് കോടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് മാത്യു ജോസഫ് അധ്യക്ഷത വഹിച്ചു. KG സന്തോഷ് അനുസ്മരണ കുറിപ്പ് അവതരിപ്പിച്ചു. കുവൈത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം കുവൈറ്റ് ചാപ്റ്റർ 6ാം വാർഷികാഘോഷം ഈ മാസം 31-ന്. വൈഷ്ണവം 2025-ന്റെ ഫ്ലയർ ഹരിപ്രസാദ് മണിയന് നൽകി PG ബിനു പ്രകാശനം ചെയ്തു. ജയകൃഷ്ണക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. ജോയ് നന്ദനം, പ്രിയ രാജ്, രാജീവ് പിള്ള എന്നിവർ സംസാരിച്ചു. സൗദി അറേബ്യയിലെ യാംബുവിൽ ഓഫറുകളോടെ ഒലിവ് ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു. 2 പതിറ്റാണ്ടായി സൗദിയിലെ വ്യവസായ രംഗത്തുള്ള അറേബ്യൻ ഒലിവ് ട്രേഡിംഗ് കമ്പനിയുടെ പുതിയ സംരംഭമാണ് ഹൈപ്പർ മാർക്കറ്റ്. സൗദി വിഷൻ 2030-ന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഹൈപ്പർ മാർക്കറ്റുകൾ എത്തും. യാംബുവിലെ ഒലിവ് സൂപ്പർ മാർക്കറ്റാണ് പുതിയ മുഖത്തോടെ ആധുനിക സൗകര്യങ്ങളുടെ ഒലിവ് ഹൈപ്പർ മാർക്കറ്റായി തുറന്നത്. പ്രമുഖ വാണിജ്യ കേന്ദ്രമായ റോയൽ പ്ലാസയുടെ ഭാഗമായ ഈ മെഗാ സംരംഭം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. ഇരുപത് വർഷമായി സൗദിയിലെ വ്യവസായ രംഗത്തുള്ള അറേബ്യൻ ഒലിവ് ട്രേഡിംഗ് കമ്പനിയുടെ കീഴിലാണ് ഒലിവ് ഹൈപ്പർ. യാംബുവിനെ കൂടാതെ മക്ക, മദീന, ജിദ്ദ, തബൂക്ക് തുടങ്ങി സൗദിയിലെ വിവിധ നഗരങ്ങളിൽ ഒലിവിന് ശാഖകളുണ്ട്. വിഷൻ 2030യുടെ ഭാഗമായി സൗദിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ഞങ്ങളുടെ സേവനം ലഭ്യമാക്കാൻ താൽപ്പര്യപ്പെടുകയാണ്. വിലയിലും ക്വാളിറ്റിയിലും വ്യത്യസ്തരാവുക എന്നതാണ് ഞങ്ങളുടെ മുഖമുദ്ര. കൂടുതൽ ഉൽപ്പന്ന ശേഖരത്തോടെ ഒരു ലോകോത്തര ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. യാംബു ജനങ്ങൾക്ക് വേണ്ടി വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങൾ ഈ സ്റ്റോർ ഒരുക്കിയിട്ടുള്ളത്. ഭക്ഷണ വിഭവങ്ങളും മറ്റു നോൺ ഫുഡ് ഐറ്റംസുകളും അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഐറ്റംസുകളും ഞങ്ങൾക്കിവിടെ ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി യാംബു ജനങ്ങൾക്ക് ഒരു വളരെ വ്യത്യസ്തമായ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും ഒലിവ് ഹൈപ്പർ. മത്സ്യ മാംസ വിഭവങ്ങൾ, പഴം, പച്ചക്കറികൾ, പലചരക്ക്, ബേക്കറി, ഗാർഹിക ഉപകരണങ്ങൾ, വസ്ത്രങ്ങൾ എന്നിങ്ങനെ എല്ലാം ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക സമ്മാനങ്ങളും വമ്പിച്ച വിലക്കിഴിവുകളും ഒരുക്കിയിട്ടുണ്ട്. യാംബു നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും ഷോപ്പിംഗ് അനുഭവത്തിന് ഒരു പുതിയ മാനം നൽകാൻ ഒലിവ് ഹൈപ്പർ മാർക്കറ്റ് ലക്ഷ്യമിടുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. മീഡിയ 1 യാംബു. ദുബായ് KMCCയുടെ CH സ്മാരക രാഷ്ട്രസേവാ പുരസ്കാരം ലീഗ് ദേശീയ പ്രസിഡന്റ് ഖാദർ മൊയ്തീന് സമ്മാനിക്കുന്ന ചടങ്ങ് ദുബൈയിൽ പുരോഗമിക്കുന്നു. T സിദ്ദീഖ് MLA, ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് ശിഹാബ് തങ്ങൾ, KM ഷാജി, ലീഗ് നേതാക്കൾ, സ്മാർട്ട് സിറ്റി മുൻ CEO ലത്തീഫ് ആൽമുല്ല തുടങ്ങിയ അറബ് പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മദ്രാസിലെ രാജാജി ഹാളി മുസ്ലിം ലീഗിന്റെ രൂപീകരണ കാര്യങ്ങളൊക്കെ അറിയുന്നതാണ്. അദ്ദേഹം സീരിയസ് ആയിട്ടൊക്കെയാണ് കെട്ടിപ്പടുത്തത്. പിന്നെ അദ്ദേഹം
അദ്ദേഹത്തെ സജീവ രാഷ്ട്രീയത്തിലേക്ക്, അതായത് ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവന്നതും മഹാനായ ബാഫഖ് തങ്ങളൊക്കെ തന്നെയാണ്. ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിൽ മഞ്ചേരിയിൽ നിന്ന് മത്സരിക്കാൻ വളരെ നിർബന്ധപൂർവ്വമാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അദ്ദേഹം വളരെ മടിക്കുകയുണ്ടായി. ഞാൻ മണ്ഡലത്തിൽ വരികയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോഴും ബാഫഖ് തങ്ങളൊന്നും വിട്ടുകൊടുത്തില്ല. നമ്മുടെ മണ്ഡലത്തിൽ വേണ്ട മണ്ഡലം തൊടാതെ തന്നെ താങ്കളെ ജയിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജയിപ്പിച്ച പ്രസ്ഥാനമാണ്. അപ്പൊ ആക്റ്റീവ് പൊളിറ്റിക്സിന്റെ ഭാഗമായിരുന്നില്ല. അതേ അവസരത്തിൽ അദ്ദേഹം ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ് അത് നന്നായി കൈകാര്യം ചെയ്ത വ്യക്തിത്വമായിരുന്നു. അപ്പൊ ആ ഐഡിയോളജിയെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് മഹാനായ സ്റ്റേജ് മുതുവായ സാഹിബ്. സൗദിയിലെ ത്വായിഫിൽ മുന്തിരി ഉറുമാമ്പഴ ഫെസ്റ്റിവലിന് തുടക്കമായി. കൃഷിമേഖലയിൽ ത്വായിഫിന്റെ സ്ഥാനം വ്യക്തമാക്കുന്നതാണ് ആഘോഷം. ഒക്ടോബർ ആദ്യം ആരംഭിച്ച ഉത്സവം 5 ദിവസം നീണ്ടു നിൽക്കും. ത്വായിഫിലെ സെൻട്രൽ വെജിറ്റബിൾ മാർക്കറ്റിലാണ് മുന്തിരി ഉറുമാമ്പഴോത്സവം. പ്രാദേശിക കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും ഉൽപാദകരെ നേരിട്ട് ഉപഭോക്താക്കളുമായി പരിചയപ്പെടുത്താനുമാണ് മേള. ഈ മാസം തുടക്കം മുതൽ 5 ദിവസം നീളുന്നതാണ് പ്രദർശനം. സെമിനാറുകൾ, ബിസിനസ് മീറ്റുകൾ, സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾ, പരിശീലനം തുടങ്ങി വ്യത്യസ്ത സെഷനുകൾ ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വിവിധ ഇനം മുന്തിരിയും ഉറുമാൻപഴ ശേഖരവും മേളയിലുണ്ട്. ത്വായിഫിലെ കർഷക പാരമ്പര്യം ഉയർത്തിക്കാട്ടാനും കർഷകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും മേള സഹായിക്കും. മീഡിയ 1 ജിദ്ദ. സൗദിയിലെ ഹോട്ടലുകൾ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് മദീനയിൽ. ലൈസൻസ് നേടിയ 538 ഹോട്ടലുകളിൽ 1,00,000-ലേറെ മുറികൾ ഒരുക്കിയിട്ടുണ്ട്. ടൂറിസം മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിലാണ് ഇവ വ്യക്തമാക്കുന്നത്. 2025 ആദ്യ പകുതിയിൽ ടൂറിസം മന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇവ വ്യക്തമാക്കുന്നത്. സൗദിയിലെ ഏറ്റവും തിരക്കേറിയ ഹോസ്പിറ്റാലിറ്റി കേന്ദ്രമായി മദീന മാറി. ഈ വർഷത്തെ ആദ്യ 6 മാസത്തിൽ മാത്രം 6,600 താമസമുറികൾ പുതുതായി വർദ്ധിച്ചു. നിലവിൽ 538 ലൈസൻസ് ഉള്ള ഹോട്ടലുകൾ മദീനയിലുണ്ട്. ഇതിൽ 64,600-ലധികം മുറികൾ താമസ സൗകര്യമുള്ളവയാണ്. ഈ വർഷത്തെ ആദ്യ പകുതിയിൽ മദീനയിലെ താമസ സൗകര്യങ്ങളുടെ ഉപയോഗ നിരക്ക് 74.7% ഉയർന്നിരുന്നു. റുയ അൽ മദീന എന്ന പേരിൽ ലോകത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റാലിറ്റി പദ്ധതി മദീനയിൽ നടപ്പാക്കുന്നുണ്ട്. തീർത്ഥാടക വിസ സൗകര്യം മികച്ചതാക്കിയതോടെ വർഷം മുഴുവനും തീർത്ഥാടകർ എത്തുന്നുണ്ട്. തീർത്ഥാടകരുടെ സുരക്ഷയും സൗകര്യവും പരിഗണിച്ച് വ്യത്യസ്ത പദ്ധതികൾ മദീനയിൽ നടപ്പാക്കുന്നുണ്ട്. മീഡിയ 1 ജിദ്ദ. IMY സലാല കുടുംബസംഗമം സംഘടിപ്പിച്ചു. ഐഡിയൽ ഹാളിൽ നടന്ന പരിപാടിയിൽ ലൈഫ് ട്രെയിനറും ഇക്ര ഹോസ്പിറ്റൽ ഫിസിയോതെറാപ്പി തലവനുമായ ഡോക്ടർ മുഹമ്മദ് നജീബ് മുഖ്യപ്രഭാഷണം നടത്തി. പരസ്പര മനസ്സിലാക്കലിലൂടെയും വിട്ടുവീഴ്ചയിലൂടെയുമാണ് കുടുംബബന്ധം ഊഷ്മളമാക്കാൻ കഴിയുക എന്ന് കെ മുഹമ്മദ് നജീബ് പറഞ്ഞു. പ്രസിഡന്റ് കെ ഷൗക്കത്ത് അലി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സലാല KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ ജീവകാരുണ്യ പുരസ്കാരം CH സെന്റർ ജനറൽ സെക്രട്ടറിയായ MA റസാഖ് മാസ്റ്റർക്ക് സമ്മാനിക്കും. മാധ്യമ പുരസ്കാരത്തിന് മീഡിയ 1 സലാല റിപ്പോർട്ടർ KA സലാഹുദ്ദീൻ അർഹനായി. പ്രവാസികൾക്കായി ക്രിയാത്മക ഇടപെടലുകൾ നടത്തുന്നത് മുൻനിർത്തിയാണ് പുരസ്കാരം സമ്മാനിക്കുന്നതെന്ന് കോഴിക്കോട് ജില്ലാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒക്ടോബർ 16-ന് സലാലയിൽ നടക്കുന്ന കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ വെച്ച് ഷാഫി പറമ്പിൽ MP പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ദോഹ വിമാനത്താവളത്തിൽ ഇന്ത്യക്കാരിക്ക് സുഖപ്രസവം. അഹമ്മദാബാദിൽ നിന്ന് അമേരിക്കയിലെ അറ്റ്ലാന്റയിലേക്കുള്ള യാത്രയ്ക്കിടെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ചാണ് കുഞ്ഞിന് ജന്മം നൽകിയത്. ആവശ്യമായ പരിചരണം നൽകി ഖത്തറിലെ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ അമ്മയെയും കുഞ്ഞിനെയും ഇന്ത്യയിലേക്ക് യാത്രയാക്കി. അമ്മയുടെയും കുഞ്ഞിന്റെയും സംരക്ഷണത്തിനായി സേവനങ്ങൾ ഉറപ്പാക്കിയ വിവിധ കൂട്ടായ്മകളെ ഇന്ത്യൻ എംബസി അഭിനന്ദിച്ചു. ഷെയ്ൻ നിഗം നായകനായ ബൾട്ടി സിനിമയുടെ പോസ്റ്റർ കീറുന്നത് ആസൂത്രിതമാണെന്ന് നിർമ്മാതാവ് സന്തോഷ് ടി കുരുവിള. തന്റെ മറ്റ് സിനിമകൾക്ക് നേരെ ഒന്നുമില്ലാത്ത ആക്രമണമാണ് ബൾട്ടിക്കെതിരെ നടക്കുന്നതെന്നും സംഭവത്തിൽ പരാതി നൽകുമെന്നും സന്തോഷ് കുരുവിള വ്യക്തമാക്കി. സിനിമയുമായി ബന്ധപ്പെട്ട് ദോഹയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ തിങ്കളാഴ്ച കേരള മുഖ്യമന്ത്രിക്ക് DGPക്ക് പരാതി കൊടുക്കാൻ പോകും. പല ഫുട്ടേജുകൾ നമ്മൾ തപ്പിയെടുത്തോണ്ടിരിക്കുകയാണ്. ഷെയ്ന്റെ മുഖം മാത്രമാണ് കയറുന്നത്. അത് ഒരിടത്ത് കണ്ടാൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്, പലയിടത്ത് കാണുന്നു പോസ്റ്റർ കീറി കളയുന്നു, നമ്മുടെ പോസ്റ്ററിന്റെ മേളില് വേറെ പോസ്റ്ററുകൾ കൊണ്ട് ഒട്ടിക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും വന്നതുകൊണ്ടാണ് പ്രതികരിച്ചില്ലെങ്കിലുള്ള കുഴപ്പം.
നാളെ പ്രതികരിക്കാൻ പറ്റാത്ത ഒത്തിരി പ്രൊഡ്യൂസർമാരുണ്ട്, അല്ലെങ്കിൽ പല നടത്താൻ ഇവർക്കൊന്നും പലപ്പോഴും പ്രതികരിക്കാനുണ്ട്. ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ ഇനി വീണ്ടും ആവർത്തിക്കപ്പെടും. അതുകൊണ്ടാണ് പ്രതികരിച്ചത്. KMCC നേതാവ് കോതമംഗലം സ്വദേശി തേങ്കോട് അബ്ദുൽ കരീം മൗലവി അന്തരിച്ചു. 61 വയസ്സായിരുന്നു. DKICC സൗദി നാഷണൽ കമ്മിറ്റി മുൻ സെക്രട്ടറിയായിരുന്നു. നിരവധി വർഷങ്ങളായി മക്കയിൽ ഹജ്ജ് സേവന മേഖലയിൽ സജീവമായിരുന്നു. 35 വർഷത്തെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയിട്ട് ഏതാനും ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ഞായറാഴ്ച ഉച്ചയ്ക്ക് തേങ്കോട് ജുമാ മസ്ജിദിലാണ് ഖബറടക്കം. ഗസ എന്ന ആദ്യാക്ഷരം കുറിച്ച് കുഞ്ഞുനിള. കാഞ്ഞങ്ങാട് ആവിക്കര സ്വദേശി പ്രിയേഷാണ് 2 വയസ്സുകാരിയായ മകൾ നിളാലക്ഷ്മിക്ക് ഗസ എന്ന ആദ്യാക്ഷരം കുറിച്ചത്. വിദ്യാരംഭ ദിനത്തിൽ മകളുടെ നാവിൻ തുമ്പിൽ ഗസ എന്ന ആദ്യാക്ഷരം കുറിച്ച അച്ഛന്റെയും മകളുടെയും വിശേഷത്തിലേക്ക്. കാഞ്ഞങ്ങാട് ആവിക്കര സ്വദേശി പ്രിയേഷാണ് തന്റെ 2 വയസ്സുകാരിയായ മകൾ നിളാലക്ഷ്മിക്ക് ഗസ എന്ന നാവിൻ തുമ്പിലും അരിമണികളിലും ആദ്യാക്ഷരം കുറിച്ചത്. അമ്മ രേഷ്മയും സഹോദരി വൈഗാലക്ഷ്മിയും ഈ അപൂർവ എഴുത്തിനിരുത്തിന് സാക്ഷിയായിരുന്നു. വീട്ടിലായിരുന്നു ചടങ്ങ്. തന്റെ മോളുടെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ടും ബോംബ് പൊട്ടിച്ചും കൊല്ലുന്ന ഭീകരതയ്ക്കെതിരെയുള്ള സമരം കൂടിയായിരുന്നു ഇതെന്ന് പ്രിയേഷ് പറയുന്നു. നമ്മളെ മക്കളെ കാണുമ്പോൾ നമുക്ക് ആ മക്കളെ ഓർമ്മിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മോൾക്ക് 2 വയസ്സാണ്. അവളുടെ പ്രായത്തിലുള്ളവർക്ക് വേണ്ടി ഒരു സമരം ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ എഴുതിക്കാനുള്ള കാരണം. അക്ഷരമെന്ന സമരായുധം ഉപയോഗിച്ച് അനീതിക്കെതിരെയുള്ള സമരത്തിൽ പങ്കാളിയാവാൻ തന്റെ മകൾക്ക് കഴിയട്ടെ എന്നതായിരുന്നു ചിന്ത. ഈ അക്ഷരം എന്ന് പറയുന്നത് സമരായുധമാണ്. ഒരു സമരം ചെയ്യാനുള്ള ഒരു ആയുധമായിട്ടാണ് അക്ഷരത്തെ കാണുന്നത്. അപ്പോൾ എൻ്റെ മോളുടെ ആദ്യത്തെ അക്ഷരം ഏറ്റവും വലിയൊരു സമരമായി തീരട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. CPM ആവിക്കര ബ്രാഞ്ച് സെക്രട്ടറിയും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും കൂടിയാണ് പ്രിയേഷ്. ഷഫീഖ് നസ്രുള്ള, മീഡിയ 1, കാസർഗോഡ്. ഒമാനിലെ മബേല ബിലാദ് മാളിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ആഘോഷമായി ഭീമൻ കേക്ക് ഫ്രൂട്ട് മിക്സിംഗ്. മിക്സ് ചെയ്തത് 3000 കിലോഗ്രാമിലധികം ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സുമാണ്. ജീവനക്കാർക്കൊപ്പം അവതാരകൻ രാജ് കലേഷും മിക്സിംഗിൽ പങ്കാളിയായതോടെ ബിലാദ് മാളിലുണ്ടായത് ഉത്സവ പ്രതീതി. നീളത്തിലുള്ള മേശയിൽ കിലോ കണക്കിന് ഡ്രൈ ഫ്രൂട്ട്സിൽ നെസ്റ്റോ എന്നെഴുതി തയ്യാറാക്കി വെച്ചതാണ് കാഴ്ചക്കാരെ ആദ്യം അമ്പരപ്പിച്ചത്. പിന്നാലെ മേശയ്ക്ക് ചുറ്റുമായി നെസ്റ്റോയിലെ ജീവനക്കാർ അണിനിരന്നതോടെ ആകാംക്ഷയേറി. ക്രിസ്മസിനെ വരവേൽക്കാൻ മാളിൽ സംഗീതം കൂടി മുഴങ്ങിയതോടെ ഏറ്റവും വലിയ കേക്ക് മിക്സിംഗ് ആഘോഷങ്ങളിലൊന്നായി ഇത് മാറുകയായിരുന്നു. ഒരു മണിക്കൂറിനുള്ളിൽ 3000 കിലോയിലധികം ചേരുവകൾ മിക്സ് ചെയ്തു. കശുവണ്ടി, ഉണക്കമുന്തിരി, ഈന്തപ്പഴം, കാൻഡിസ് ചെറി, ജിഞ്ചർ പീൽ, ഓറഞ്ച് പീൽ, മിക്സ്ഡ് പീൽ ഉൾപ്പെടെ 40ഓളം ചേരുവകളുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു 3 ടൺ കേക്കിൻ്റെ മിക്സാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോർ ദാൻ 40 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു 2 മന്ത് ഫെർമെൻറ്റേഷൻ വെച്ചതിന് ശേഷം നമ്മൾ കസ്റ്റമറിലേക്ക് ബെസ്റ്റ് ക്വാളിറ്റിയിൽ ബെസ്റ്റ് പ്രൈസിൽ നമ്മൾ നെസ്റ്റോ നിങ്ങൾക്ക് ലഭിക്കും കസ്റ്റമേഴ്സിന്. മാളിലെ ജീവനക്കാർക്ക് പുറമെ ക്ഷണിക്കപ്പെട്ട അതിഥികളും ഉപഭോക്താക്കളും മിക്സിംഗിൽ പങ്കെടുത്തോടെ നെസ്റ്റോയിൽ ഉത്സവ പ്രതീതിയായി. കേക്ക് മിക്സ് 60 ദിവസത്തോളം ഗുണമേന്മ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചതിന് ശേഷമാണ് കേക്ക് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുക. മീഡിയ 1, മസ്കത്ത്.